ഹലോ ഇവന്റെയൊക്കെ കുണ്ണത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തി തരാം. പന്ന പൊലയാടിക്കൊണ്ടായ തായോളികള് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി എന്റെ സൈഡിൽ നിന്ന് ഒരു ഇതും പ്രതീക്ഷിക്കരുത് മയിരി. ഞാൻ വേറെ ഒരാളെടുത്ത് ഞാൻ ഇങ്ങനെ ഇതായിട്ടില്ല. ഞാൻ ഇപ്പോഴും സ്ക്രീൻ ഇതായിട്ടിരിക്കണേ. ഞാനും എന്റെ സ്ക്രീനാണോ ലൈവ് ആണോ? ഇത് കണ്ട, ഞാൻ ഒന്നുമില്ലെങ്കിൽ സിറ്റിക്കകത്താ പറയണേ. ഇവനെ പോലത്തെ തന്തയില്ലാത്ത പട്ടികൾ കളിക്കുന്നവൻ അഖിൽ ജോഡ് ഹാഷ്ടാഗ് കൊട്ടയെന്ന് അവന്റെ തന്തയുടെ പറിക്കകത്ത് ആൾക്കാരെ കൊണ്ട് സ്പാം ചെയ്യിപ്പിക്കുക. എടാ കുണ്ണയോളി തന്തയില്ലാത്ത പൂർവിമോനെ എനിക്ക് സ്പാം ചെയ്യിപ്പിക്കാനെന്ന് നിന്റെ വിട്ട് 1-2 പേരെ വെച്ചല്ല 10-15,000 പേരെ വെച്ച് സ്പാം പൂർവിമോനെ അഖിലെ തള്ളയോളി നീ അവനെ ഗുണ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് ഈ പൊലയാടികളെ ഈ തന്തയില്ലാത്ത പൂർവിമോമാര് ഇവിടെ അടുത്തത് ഇത് കണ്ട ഇമ്പോർട്ടർ ഞാൻ ഇവരെല്ലാം കാശ് കൊടുത്ത് മേടിച്ചു തന്ന്. എടാ പന്ന പൊലയാടി മോനെ, നിന്റെ തന്തര എന്നാണ് ഞാൻ മേടിച്ച പട്ടിത്തായോളി. നീയൊക്കെ പിന്നെ എവിടെയാണ് വന്ന ഫ്രീ ഫയർ വാണങ്ങളെ പൂർവി മോനെ? എടാ തള്ളയോളികളെ, നിന്റെയൊക്കെ അണ്ടി പന്ന പോലെയാടി. നീ പലയിടത്തുനിന്ന് നക്കി ഞങ്ങളുടെ സെർവറിൽ കയറി വന്നിട്ട് ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സെർവറിൽ നക്കി കയറി വന്നിട്ട് നീയൊക്കെ ഇരുന്ന് ഓസിയിലിരുന്ന് എന്നെ അങ്ങ് അവരാധിക്കുന്നോടാ പൂർവി മോനെ. നീയൊക്കെ എത്ര നാളുണ്ട് ഉണ്ടാക്കണം? ഞാൻ കുറെ നാളാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ പൂർവി മോനെ. നിന്റെയൊക്കെ ഓസിയിലുള്ള ഹാഷ്ടാഗ് കൊട്ട ഞാൻ പറയുന്നെങ്കിൽ ഗെയിമിനകത്താണ് പൂർവിമോനെ പറയുന്നത്. പരിന്തോസ് ക്യാരക്ടറൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഈഗിൾ ഗെയിമിംഗ് ആയിട്ട് നിന്നെ ഒന്നും അബ്യൂസ് ചെയ്യുന്നില്ല പട്ടി പോലാടികളെ. നീയൊക്കെ വെളിയിലിരുന്ന് അവരാധിക്കുന്നു. നീയൊക്കെ പുണ്ടച്ചിക്ക ഉണ്ടായവനെ. നീയല്ല നിന്റെ തന്തയെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഇതിനകത്ത് വന്നാൽ പോലും നിനക്കൊന്നും TV അടിക്കാൻ പറ്റില്ല പൂർവിമോനെ. നീയൊക്കെ എന്താ പറഞ്ഞ കാശിന് വേണ്ടി നക്കി നിൽക്കുന്നവന്മാരാണെന്നോ? എന്റെ ലൈഫിൽ ഏറ്റവും ഉണ്ടാവേണ്ടത് ഞാൻ ഇത്രയും ദിവസമായിട്ട് ലൈവ് വരാത്തത് പോലും അതുകൊണ്ടാണ്. എന്റെ ഏറ്റവും ശോക സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കറിയാം എന്റെ പിള്ളേർ എന്റെ കൂടെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. ഇന്ന് എനിക്ക് വാർ അടിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അവന്മാർ ഇത് അടിച്ചു തന്നത് അതുകൊണ്ടാണ്. നിന്റെയൊക്കെ പോലെ ഹാക്ക് ഇട്ട് പിടിച്ച കുണ്ണയൊന്നും നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് മാസാക്കി പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇത്രയും ട്രിഗർ ആയിട്ടില്ല ഞാൻ വേറെ ഒന്നിലും ഇതിനകത്ത്. ഈ ഇടയായിട്ട് ഞാൻ ഒന്നിലും ട്രിഗർ ആയിട്ടില്ല. ഞാനിങ്ങനെ ഇവന്മാരൊക്കെ ലൈവ് ഇട്ടങ്ങ് അവരാധിക്കുന്ന ഒരു പ്രീവാർ ജയിച്ചപ്പോഴത്തേക്കിന് നീ പോയി നിന്റെ കൊമ്പന്റെ അണ്ടി എടുത്തിട്ട് ചൂപ്പറ പട്ടി പൊലയാടി പൂറി മോനെ അതിൽ ചോടുത്ത അവരെയും കൂടി ഒന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലും കമന്റ് സെക്ഷനിലും ഇട്ട് അവരാധിക്കുന്നോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് കൊറേ ആയി ഇതിനകത്ത്. ജിപ്സി പോയി അപ്പി പോയെന്ന് ഇങ്ങനത്തെ ഉളുപ്പിൽ തോറ്റിട്ട് ഇരുന്ന് ഇത് നോക്കടാ. എങ്ങനെ പറ്റണടാ ഇവന്മാരെയും കൊണ്ട് എങ്ങനെ പറ്റണ്? അങ്ങനെ ഇട്ടിട്ട് പോടാ പുണ്ടച്ചി മോനെ. ഓൾ ഡൗൺ ഇട്ടിട്ട് പോന്നി പന്ന പൊലയാടികള്. എനിക്ക് ഇത് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു ഊമ്പനായി പോളിയാ. ഞാൻ അതുകൊണ്ട് എനിക്ക് പറയണം. എന്നിട്ട് ഇവന്മാർ ഇന്നലെ എന്റെ ഈ എയിമിന്റെ കാര്യം പറഞ്ഞായിരുന്നടാ. ഇരുന്ന് എത്ര പിക്കൊണ്ടാ തായോളികളാ നിനക്ക്? നീ ഇരുന്ന് പറഞ്ഞു നിന്റെ എത്ര പിക്കൊണ്ട് നിന്റെ ലീഡർ കൊണ്ട് 24 മണിക്കൂറേ 24 മണിക്കൂർ ജിഡിയും കളിക്കുന്നവന്മാരാ. 15 പേര് നിന്നടിച്ചിട്ട് ഒരാളാണ് ആ പട്ടം പറത്തുന്നതാടാ കൊണയടിക്കുന്നത് ആ ജിപ്സി. എല്ലാം അടിക്കുവേ അവസാനം മറ്റേ ഗ്യാഗോസിൽ പോയി കയറുന്ന തായോളിയാണ്. എടാ ഞാൻ കാര്യം പറയട്ടെ, അവരുണ്ടാക്കി വെച്ച 16 കണ്ടന്റ് ആരിറക്കും? അമ്മയില്ലാത്തവന്മാര് ഞങ്ങളുടെ വണ്ടി മേടിച്ചിട്ട് കൊമ്പന്റെ ഒരു 5ാം കാല് ഫ്രണ്ട് ഫിറ്റ് ചെയ്തിട്ട് ഗാർബേജ് എന്ന് പറഞ്ഞ് ഇറങ്ങിക്കടാ പൂറി മോനെ. എന്നിട്ട് നീ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ ടോയ് കാർ ഉണ്ടായിട്ട് എന്താ നീ അടിക്കാൻ ഞങ്ങളെ? നിന്റെയൊക്കെ ട്രോളിൽ നീയൊക്കെ ഇന്നലെ അവരാധിക്കുന്നുണ്ടല്ലോ നിന്റെയൊക്കെ ടോയ് കാർ. എടാ ടോയ് കാർ പറന്നുപോയി. എത്ര പറഞ്ഞാലും നാളെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ വന്നിരുന്നവര് അധികം അത്ര എളുപ്പമില്ലാത്ത അടുത്ത ഇനി എങ്ങോട്ടാ? എടാ എങ്ങോട്ട് പോയാലും ഹാക്ക് ഇട്ട് ഊമ്പി കളിച്ചവനെ ഒന്നും തിരിച്ചു കയറ്റി കളിപ്പിക്കേണ്ട ഗതികേട് ടിവിക്ക് വന്നിട്ടില്ലടാ പൂറി മോനെ.
അപ്പുകുട്ടാ റൂം പാത്തിയാ കോർണർ പാത്തിയാ POV ഉള്ള മൊത്തം അവന്മാരുടെയും ഇത് കൊടുക്കണടാ ഇതിനകത്ത്. ഈ കഴിഞ്ഞ വട്ടം ഞാൻ വെറുതെ വിട്ടതാണ്. ഈ പുണ്ടച്ചികളുണ്ടല്ലോ എല്ലാ അവന്മാരെ അപരാധിച്ചിട്ട് വിട്ടാൽ മതി. ഇനി ഇതിനകത്ത് ഞാൻ കളിക്കാൻ ഇവന്മാരൊക്കെ മനംനൊന്ന് കളിക്കരുത്, മനസ്സിലായി? മനംനൊന്ന് ഇവന്മാർ കളിക്കരുത് ഇതിനകത്ത്. അതുപോലെ ഒരു സാധനം കൊടുത്തിട്ട് വിട്ടാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ മറ്റേ കൊമ്പന്റെ സീനൊക്കെ നടിയതേക്കണടാ. എടാ ഈകളെ ഞാനൊരു കാര്യം പറട്ടെ ഈകളെ, ഇപ്പൊ നീ പറഞ്ഞ എന്റെ 10 ഇരട്ടി അവന്മാരെല്ലാം ഇൻ കേസ് ജയിച്ചായിരുന്നെങ്കിൽ അവന്മാര് പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പുറം പറയും. അതുകൊണ്ട് ഇത്ര ഞാൻ പറഞ്ഞ ആളിയാ. ഞാൻ ഒറ്റ കാര്യം പറയാം, ഇന്നലെ അത് അവന്മാര് ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇന്നുകൊണ്ട് പറഞ്ഞ് നിർത്തൂല, ഒരു 4 ദിവസം പറയും. ഒരു കാര്യം പറയണ്ട. എടാ TGയുടെ ഒരു 4 വണ്ടി ഇവിടെ ഇരിപ്പുണ്ടേടാ. അതിന്റെ ഹെഡ്ലൈറ്റ് ഊരി ആ കൊമ്പം പുണ്ടച്ചിയുടെ അണ്ടിയിലോട്ടൊന്നും തലയിൽ കൊമ്പുള്ളല്ലേ ഡയലോഗ് ഉണ്ട് കാണിച്ചു. ഡൊമിനിക് ദിൽമാൻ അല്ല, ഡൊമിനിക് ഡിൽഡോ. ആ ഹെഡ്ലൈറ്റ് ബുള്ളറ്റ് എടുത്ത് കളയാൻ ഇപ്പൊ അമ്മാരുടെ വായിലും ഡൊമിനിക് ഡിൽഡോ, ഡിൽമാൻ അല്ല, ഡിൽഡോ, ഡൊമിനിക് ഡിൽഡോ. വായിലും മൂലത്തും ഒക്കെ വെക്കാൻ ഇനി. മൂലത്ത് അവന്റെ തുള ഇട്ട് വെച്ചിട്ടുണ്ട്, വലിയൊരു തുള മൂലത്ത് നടുക്കും. ഇന്ന് ആഘോഷരാണ്. സിറ്റി എല്ലാരും സിറ്റി മുതുക്കി കൊണ്ട് കത്തിച്ചാലടാ, കൊറേ നാളെയല്ലേ. ഓക്കെ, ഇനി FRP വരാൻ നോക്കണം. വേറെ ഇനിയൊന്നും പറയാൻ പോലെ ട്രിഗർ ആക്കാൻ അമ്മക്ക് ഒരു മടി ഉണ്ടാവില്ല. ഇനി ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാവോ? ഇവന്മാരുടെ മറ്റേ ഷഡ്ഡി സെർവർ ഉണ്ടല്ലോ, കൊട്ടയിലടിക്കുമ്പോൾ വീഴുന്ന സെർവർ, ആ സെർവറിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചു പേർക്ക് ബാൻ മേടിച്ചു തരാനുള്ള പരിപാടിയോടെ നോക്കും, മനസ്സിലായോ? അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് ചില്ലാവും. പിന്നെടാ കുണ്ണ നീയൊക്കെ തെറി വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസം ബാൻ മേടിച്ചു തന്നാൽ എനിക്കൊരു അണ്ടിയും പോകാനില്ല. നിന്റെ വീട്ട് കുണ്ണയും കുത്തി ഇതിനകത്തില്ല എന്റെ ജീവിതം ഇരിക്കുന്നത്. കേട്ടറാ പൂറി മോനെ, നീ അതോടെ പോയി വലിച്ചു കൊടുക്കും. ഈ വണ്ടി ഇരുന്ന വീടില്ല. സത്യം പറയാലോ, ഒരു സന്തോഷമുണ്ട്. എനിക്കൊരു ഉന്മേഷവും എനിക്കൊരു ഇതാണ്. ഇന്നലെ ചത്തോടുന്നപ്പോ ആരെന്തോ പറഞ്ഞിരുന്നല്ലോ, വാടന്ന് എന്തോ അവരെ തന്തയെ പോയി വിളിക്കണം. മറ്റേ പേരെന്താ? ടിവിയുടെ ഇന്റർവ്യൂ എന്തോ എടുത്ത് നടന്ന് അണ്ണാന്ന് വിളിക്കുന്ന പൊലയാടി മോനെ, നീ വന്ന് ഇന്നലെ അണ്ണനെ വാണെന്ന് വിളിച്ചല്ലോ മയിരേ. തന്തനെ പോയി വിളിക്കണം അപ്പോലെയാടി മോനെ. നീ ഏതോ തന്നില്ല വലിയ ഇതൊന്നും ഇല്ല. ഇവന്മാർ ഇന്ന് അണ്ണാന്ന് വിളിച്ചിട്ട് നാളെ കുണ്ണേന്ന് വിളിക്കണമെന്നാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊന്നും കുഴപ്പമില്ല, പോട്ടെ. ഈ പട്ടിക്കൂറുമാരൊന്നും എനിക്ക് മൊണ്ണേന്നൊക്കെ വിളിക്കാം അവിടെ ആറില്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഒരു ചാനലില് ഒരു മോഡറേറ്ററാ, അല്ല അവനൊരു ചാനൽ, അവൻ ഇതിനകത്ത് പ്ലെയറാ, അവൻ ഓസിക്കകത്തിരുന്ന ആൾക്കാരെ കൊണ്ട് സ്പാം ചെയ്യിപ്പിക്കുക. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ ഇത് തോന്നിയിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇവന്മാരുടെ ചാറ്റിൽ കുറെ അച്ചിപ്പട്ടികളുണ്ട്. അവന്മാര് കാരണമാണ് ഇവന്മാർ ഈ തല്ല് മൊത്തം കൊള്ളുന്നത്. സിറ്റുവേഷൻ എടുക്ക് ജയിലിലോട്ട് കൊണക്ക്. ഇന്നലെ തന്നെ ടൈം കൊടുക്കണ്ട, കേറിയടി ഇല്ലേ, പറ്റത്തില്ലെന്ന് പറ. ഇത് കേൾക്കുമ്പോൾ ലീഡർ ചാറ്റ് ഇന്ന് വാറെടുക്കാൻ പറഞ്ഞു. ഇന്ന് വാറെടുത്തേക്കാം. ചാറ്റ് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു. എടാ ഇന്ന് വേണ്ട കേട്ടോ ചാറ്റ് പറഞ്ഞ്. ഇതാണ് അവിടുത്തെ പരിപാടി. ഇവന്മാര് കാരണം എന്തോരം തല്ല കൊള്ളുന്നതെന്ന് അറിയോ? ചാറ്റിലുള്ള കുറെ അച്ചിവാണങ്ങൾ കാരണം. അച്ചിപ്പട്ടിയൊക്കെ സ്വന്തമായിട്ടൊരു ഇതെടുക്കാൻ കഴിയാത്തനൊക്കെയാണ് എന്നെ ഇരുന്ന് ഊമ്പാൻ നിൽക്കുന്നത്. പിന്നെന്തിനാ സിറ്റി കയറേ? പിന്നെന്തിനാ ഒരു പാർട്ടി വെക്കട്ടെ? 15 പേരിൽ നിന്ന് ഒരാളെ കൊന്നില്ലേ?
ഒരാളെ എടുക്കാൻ അവരാഘോഷിച്ചു. അതവൻ എന്തായാലും അവനെ മൊണ്ടേജ് കയറ്റി ആ വീഡിയോ എന്തായാലും ഡയലോഗ് ഉണ്ടായിരുന്നടാ. അണ്ണാ, family friendly ആണ് bro. ഒരേ പ്ലാൻ വർക്ക് ആവില്ലടാ. ഞാൻ ഈയിടെ ഈ റീസെന്റ് ഇത്രയും ട്രിഗർ ഞാൻ ഒരു കാര്യത്തിനും ആയിട്ടില്ല ബ്രോ ഒന്ന് ആലോചിച്ച് വെക്കണം. നിങ്ങൾ ഇന്നലത്തെ ഇതൊന്ന് കാണണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഇത്രയും ഡൗൺ ടൈമിൽ ഈ ഒരു സാധനം ബിൽഡ് ബാക്ക് ചെയ്ത് ഈ പിള്ളേരെ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇത്രയും നാളായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവരെയൊക്കെ കാശ് കൊടുത്ത് മേടിച്ചതാ, അത് ചെയ്തതാ, ഇത് ചെയ്തതാന്ന് പറഞ്ഞിരുന്ന് ആഘോഷിക്കുമ്പോൾ അത് ഒരു കൂട്ടം കഴിവില്ലാത്ത അച്ചിപ്പട്ടികൾ ഇരുന്ന് ആഘോഷിക്കുന്നത് ഞാൻ ഇത് കേട്ടോണ്ടിരിക്കണോ ബ്രോ? എനിക്ക് അഫെക്ഷൻ ഉണ്ട് ഇവരോടൊക്കെ. എനിക്ക് പല കാര്യങ്ങളുണ്ട് ഇവരോടൊക്കെ. എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെനിക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതില്. കേടാ കുണ്ണാളെ ടീവിനെ കൊമ്പാച്ചൻ പേടിച്ച് ഇറക്കി വിട്ടളിയാ. ഞാൻ പറഞ്ഞില്ലേ കൊമ്പൻ അടിയുള്ള നെറ്റിപ്പട്ടം നിനക്ക് കൊമ്പനെ തല്ലിയിട്ടുണ്ടോ പേടിക്കണ്ട. അത്രയുള്ളൂ ഓന്റെ ഒക്കെ പേടി. അതൊക്കെ വലിച്ചോണ്ടിരി. എടാ കോമഡി ഇതല്ല ഇത്ര ഒരു 5 പേരത്തെ ഉള്ളു ഈകളെ. എന്നിട്ട് ആടുമ്പോ സംസാരിക്കാൻ പോയപ്പോഴേ വിവരോടെ തറവിടാ ഞാൻ പറഞ്ഞോണ്ട് പോവാ. എന്ത് വില എടാ ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു. എന്തൊരു കോൺഫിഡന്റ് ആണ് ഇത്. ആ പിയോവിയാണ് ഞാൻ നോക്കണേ. അതാ എനിക്ക് മനസ്സിലാത്ത എന്തൊരു കോൺഫിഡന്റ് അതൊക്കെ. ഒപ്പം ഇൻസൈൻ കോൺഫിഡന്റ് ആയിരുന്നത്. ആ എനിക്കറിഞ്ഞൂടാ, ബുദ്ധിയുടെ കുറവായിരിക്കും. അല്ലെങ്കിൽ തന്നെ 5 പേർക്ക് എന്നിട്ട് 13 പേരൊക്കെ എങ്ങനെ അടി. പേടിക്കാനൊക്കെ ബുദ്ധി വേണോടാ. അതമ്മക്കില്ല. സ്റ്റോക്കറൊക്കെ 10 കോടി വെച്ച ഒരെണ്ണം കൊള്ളത്തുള്ളൂ അവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ഒരു പ്രീവാർ തോറ്റപ്പോഴത്തേക്കിന് ഇന്നലെ പല ഗ്രൂപ്പുകളിലും പല ചാറ്റിലും വന്ന ക്രിറ്റിസിസം ഞാൻ കണ്ടതാ. എനിക്കിങ്ങനെ ഇത് കാണണ്ട ഗൈസ്. നമുക്ക് എനിക്ക് എന്റെ ടീമിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവര് മതി. നീയൊക്കെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്ന സമയത്ത് അതെനിക്ക് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയാ, എനിക്ക് ഇനി മുന്നോട്ടുള്ള കളിക്കുന്ന എല്ലാ വാറും ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. തോക്കുമ്പോ മാത്രം ഗുണത്തരം പറയണോണ്ട് വരരുത്. അത് നമുക്ക് മുറയില്ല നല്ല രീതിയിൽ ബാധിക്കും. മാത്രമേ ഉള്ളൂ. കേറിയാ ഞാൻ പോയി. ഞാൻ ചോദിക്കാൻ പോയി. സംസാരിക്കണോ? വെയിറ്റ് കേക്കട്ടെ. അല്ല ബ്രോ അഡ്മിനിപ്പോ പറയണല്ലേ? ബ്രോ മണ്ടനാണ്. എന്ത് മുമ്പിത്തരായി പറയും. എന്ത് മണ്ടനാണ് ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു തരും. അപ്പൊ എന്താ പരിപാടി? ഇനി അടുത്ത പരിപാടി എന്താ? ഇനി പോരാ POV ഒന്നുമില്ല ഇന്ന്. POV ഒന്നുമില്ല. POV ഒക്കെ നമ്മള് POV നാളെ കണ്ടന്റ് ഇറങ്ങുന്ന. അത് വേണ്ട ഗൈസ്. നമുക്ക് ഇത് ഷൗടെക്സിന്റെ അല്ലെങ്കിൽ നാളെ POV എല്ലാരും ഇറക്കി അത് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഇതോട് ബോധിലായില്ലേ? ഞങ്ങളുടെ POV കണ്ടന്റ് കണ്ടാ മതി. അവന്റെ വാർച്ചാറിലുള്ള ഊമ്പിയ ഡയലോഗ് മാനം കെട്ട് ജീവിക്കണമാർക്ക് ഇത് ഈ ഉളുപ്പെന്നൊക്കെ പറയുന്ന സാധനം വേണമെങ്കിൽ നല്ല അല്ലാതെ ഇങ്ങനെ ഈ ഉളുപ്പില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. അതാണ് അതാ പ്രശ്നം. അമ്മമാരുടെ അടുത്തൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എടാ ഇത് മാത്രല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു വ്യൂവർ പറയണതാണ് പോട്ടെന്ന് വെക്കാടാ. ഈ പ്ലേയേഴ്സ് ആയിട്ടുള്ളവന്മാരെ മോഡാക്കി വെച്ചിട്ട് ഇവന്മാരൊക്കെ ഇരുന്ന് ചാറ്റിൽ ഇടുന്ന അപരാധങ്ങളൊക്കെ കാണണം ഇവന്റെയൊക്കെ പോയി. നമ്മുടെ ഏത് മോഡറേറ്റർ അത് ചെയ്യുന്നേ? നമ്മുടെ ഏത് മോഡറേറ്റേഴ്സിനെ നമ്മളത് എൻകറേജ് ചെയ്യണേ? അല്ലെ നമ്മുടെ ഏത് പ്ലേയേഴ്സ് അങ്ങനെ പോയി ചാറ്റിനകത്ത് ഹാഷ്ടാഗ് ഇടിപ്പിക്കുന്ന ഇവന്മാരെ കൊണ്ട്?
എടാ ഇതൊക്കെ കർമ്മയാണോ മനസ്സിലായില്ല? ഇതൊക്കെ കർമ്മ. നീയൊക്കെ രാവിലെ എന്തൊക്കെ ഇരുന്ന് പറഞ്ഞത് ഇതൊക്കെ കർമ്മയാണ്. ഊമ്പി നക്കി നമ്മുടെ സെർവർ ഇതൊക്കെ കർമ്മ. ആർപ്പി അറിഞ്ഞോണ്ട് അറിഞ്ഞോടാ അല്ല എടാ നീയൊക്കെ എടാ വാണങ്ങളെ, നീയൊക്കെ ഇവിടെ ടി വിന്ന് ഇറങ്ങിയവരെ അടിക്കത്തില്ല, ഉള്ളവന്മാരെ അടിക്കത്തില്ല, മനസ്സിലായ? നിനക്കൊന്നും അതിനുള്ള കഴിവില്ല. ഇറങ്ങിയവരെ പറയുന്നത് ഇതൊക്കെയാണ് ഉമ്മാരുടെ പണി ഇപ്പൊ ഇന്നലെ. അതാണ് സന്തോഷം. അങ്ങനെ അതിലൊക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. സന്തോഷം എന്തോ ലൈവിൽ പറയുന്നു, അതോ സെറ്റില്? ലൈവില് എന്താ ബ്രോ പറയടാ. ഇല്ല ഞാൻ സിറ്റുവേഷനില്ല. സിറ്റി കയറില്ല ഞാൻ സിറ്റിയിലുണ്ട്. സിറ്റി എല്ലാരും